ദിവ്യാത്മസ്വരൂപികൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും അസ്ഥിരമാണ്. സ്ഥിരമായി നിൽക്കുന്ന ഒന്നും തന്നെ ഇല്ല. എല്ലാം ആ ബ്രഹ്മത്തിൻ്റെ പരിണാമമാണെങ്കിലും നീരാവിക്കും ഐസിനും തമ്മിലുള്ള വ്യത്യാസം പോലെ ഐസ് അനുനിമിഷം മാറ്റത്തിന് വിധേയമാണ്. ഇപ്പോൾ നാം ഒരു രൂപത്തിൽ കണ്ടാൽ അടുത്ത നിമിഷം അതിൻ്റെ രൂപം മാറുന്നു. അപ്രകാരമാണ് ഈ ജഗത്തിൻ്റെ സ്വഭാവം തന്നെ. ജഗത് പദാർത്ഥങ്ങളെല്ലാം അനുനിമിഷം മാറ്റത്തിന് വിധേയമാണ്. അങ്ങനെയുള്ള വസ്തുക്കളെ ആശ്രയിച്ച് സ്ഥായിയായ ഒരു സുഖം നമുക്ക് സാധ്യമേ അല്ല. അതിനാൽ സ്ഥായിയായ വസ്തുവിൽ നിന്ന് മാത്രമേ സ്ഥിരമായ സുഖം നമുക്ക് ലഭിക്കുകയുള്ളൂ. അതിനാൽ സ്ഥിരമേതാണ്, അസ്ഥിരമേതാണ്, സത്തേതാണ്, അസത്തേതാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. നിത്യമായതേതാണ്, അനിത്യമായതേതാണ്. ഇന്ദ്രിയങ്ങളെ കൊണ്ടറിയപ്പെടുന്ന എല്ലാ വസ്തുക്കളും അനിത്യമാണ്, എന്നും ഇല്ലാത്തതാണ്. നിത്യമായ വസ്തു ആ സ്ഥായിയായ ആ പരമാത്മാവ് മാത്രമാണ്. അതിനെ ആശ്രയിക്കുന്നവർക്ക് മാത്രമേ പരമമായ സുഖം ലഭിക്കുകയുള്ളൂ. അതിനാൽ അസ്ഥിരസ്ഥാനമാനങ്ങൾ ലൗകിക ഭഗവാഞ്ചകൾ നേടിയിടാൻ മാത്രമായി നാം പാഴാക്കരുത് ജീവിതം. നമ്മുടെ ജീവിതം വളരെ ക്ഷണികമാണ്. അല്പകാലത്തേക്ക് മാത്രമേ ഇതുള്ളൂ. മിന്നൽ പിണർ പോലെ നമ്മുടെ ആയുസ് ക്ഷയിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഒരു 100 വർഷം എന്നത് എത്ര പെട്ടെന്നാണ് കഴിഞ്ഞു പോകുന്നത്. അതുപോലെ നാം മിന്നൽ പിണർ പോലെ ക്ഷയിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ ആയുസ്സിൻ്റെ അമൂല്യമായ ഈ സമയത്തെ നമ്മൾ നിസാര കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ച് നഷ്ടമാക്കരുത് എന്നാണ് നമുക്ക് ആഹ്വാനം തരുന്നത്. അസ്ഥിരസ്ഥാനമാനങ്ങൾ, സ്ഥിരമല്ലാത്ത സ്ഥാനവും മാനവും. ഉയർന്ന നിലയിലെത്തിയ ഒരാൾ ആ താഴ്ന്ന നിലയിലുള്ളവരോട് ഒരു അവജ്ഞ കാണിക്കുന്നുവെങ്കിൽ അവരുടെ ആ സ്ഥാനവും അടുത്ത നിമിഷം തെറിച്ചു പോകുന്നതാണ്. ആ സ്ഥാനം എന്നും അവിടെ നിലനിൽക്കുന്നതല്ല. അസ്ഥിരമായ സ്ഥാനമാനങ്ങൾ ലൗകിക ഭോഗവാഞ്ചയിൽ, ഈ ലോകത്തിലെ ഇന്ദ്രിയ സുഖങ്ങളിൽ മാത്രം ഭ്രമിച്ചു കഴിയുന്നവർ. എന്നിട്ട് അതിനായി മാത്രം നമ്മുടെ വിലയേറിയ മനുഷ്യായുസ് നഷ്ടപ്പെടുത്തരുത് എന്നാണ്. കാരണം മനുഷ്യന് മാത്രമേ ഈ പരമസത്യത്തെ ബോധിക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റ് ജീവജാലങ്ങൾക്കൊന്നിനും ഇതറിയാൻ പറ്റിയ യാതൊരു സാഹചര്യങ്ങളും അവരുടെ ശരീരത്തിലില്ല. എന്നാൽ മർത്യദേഹമാവുന്ന ഉപകരണം, നാം പുതിയ ഇലക്ട്രോണിക് സാധനം വാങ്ങുകയാണെങ്കിൽ ഏറ്റവും മുതിർന്ന നല്ല മെഷീന്, അതുപോലെ നല്ല സംവിധാനങ്ങളോട് കൂടിയതാണല്ലോ നമ്മൾ വാങ്ങുക. മുമ്പൊക്കെ മെയ്ഡ് ഇൻ ജപ്പാൻ്റേതാണെങ്കിൽ അത് ഏറ്റവും നല്ല ഗുണമേന്മയുള്ളതായിരിക്കും എന്ന് നാം ഒക്കെ ധരിച്ചു വച്ചിരിക്കുന്നു. അപ്രകാരം ഏറ്റവും ഗുണമേന്മയുള്ള ഒരു ഉപകരണമാണ് മർത്യദേഹം. ഈ മർത്യദേഹം കൊണ്ട് സാധിക്കുന്ന ഒന്നും മറ്റ് ശരീരങ്ങളിൽ വെച്ച് സാധിക്കുകയില്ല. മറ്റ് ജീവജാലങ്ങൾക്കൊക്കെ വിഷയഭോഗങ്ങൾ അനുഭവിക്കുക എന്നത് മാത്രമാണ്. കിമപി വിചാരിച്ചിടുകിൽ മാനുഷ ജന്മനി വേണം മുക്തി വരേണ്ടുകിൽ കൃമിജന്മത്തിനുമെളുതായി വരുമേ വിഷയസുഖം വദ നാരായണ ജയാം. ആലോചിച്ചു നോക്കിയാൽ നമുക്ക് ഈ മനുഷ്യജന്മം കൊണ്ട് മാത്രമേ ആ പരമമായ ആത്മപ്രാപ്തി സാധിക്കുകയുള്ളൂ. കൃമികൾക്കും മറ്റ് ജീവജാലങ്ങൾക്കും ഒക്കെ ഈ വിഷയസുഖം അനുഭവിക്കാൻ ഒരു വിഷമവുമില്ല. അതിന് പറ്റിയ തരത്തിലാണ് അവരുടെ ശരീരം. അതിനാൽ മനുഷ്യ ശരീരം കിട്ടിയിട്ടും ഈ വിഷയസുഖത്തിന് വേണ്ടി മാത്രമാണ് നാം
അസ്ഥിരമായിരിക്കുന്ന സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയാണ് നാം ഈ ആയുസ്സിനെ വിനിയോഗിക്കുന്നതെങ്കിൽ അത് മൃഗസമാനമായ ഒരു ബുദ്ധിയാണ് ഉള്ളത് എന്ന് നാം മനസ്സിലാക്കണം. അസ്ഥിരസ്ഥാനമാനങ്ങൾ ലൗകിക ഭോഗവാഞ്ചകൾ നേടിയിടാൻ മാത്രമായി നാം പാഴാക്കരുത് ജീവിതം. ഇത് നേടാനായി മാത്രം നമ്മുടെ അമൂല്യമായ ഈ ജീവിതത്തെ പാഴാക്കിക്കളയരുത്. ഏറ്റവും വിലയേറിയ ആത്മാനന്ദത്തെ അനുഭവിക്കാൻ പറ്റിയ സംവിധാനങ്ങളോടുകൂടിയാണ് മർത്യദേഹം സൃഷ്ടിച്ചിരിക്കുന്നത്. സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടമാണ് മനുഷ്യ ശരീരം. അതിന് പറ്റിയ അന്നമയകോശം, പ്രാണമയകോശം, മനോമയകോശം, വിജ്ഞാനമയകോശം, ആനന്ദമയകോശം, അതിൻ്റെയും അപ്പുറത്താണ് ആത്മാവിൻ്റെ ആസ്ഥാനം. അതിൽ അന്നമയകോശത്തിൽ മാത്രമാണ് നാം ഒക്കെ തങ്ങി നിൽക്കുന്നത്. ഉണ്ണാനും ഉറങ്ങാനും അതുപോലെ ഇണചേരാനും മാത്രം ജീവിക്കുന്നുവെങ്കിൽ അന്നമയകോശത്തിൽ നിന്നും ഒരണു പോലും നാം അനങ്ങുന്നില്ല. ആ കോശത്തിൽ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. അന്നമയകോശത്തിൽ നിന്നും അടുത്ത കോശമായിരിക്കുന്ന അന്നമയകോശം, പ്രാണമയകോശം, അടുത്ത 5 ആവരണങ്ങൾക്കുള്ളിലാണ് ആ പരമാത്മാവിൻ്റെ ആസ്ഥാനം. അതിൽ ഒന്നാമത്തെ ആവരണത്തിന് മാത്രമേ ജനന മരണാദികളുള്ളൂ. ഈ അന്നമയകോശം മാത്രം. ബാക്കിയുള്ളതെല്ലാം നിലനിൽക്കും. ആ പ്രാണമയകോശവും മനോമയകോശവും ഉള്ള കാലം വരെ വീണ്ടും അന്നമയകോശം വന്നുകൊണ്ടേയിരിക്കും. അതിലേറ്റവും പ്രധാനം മനസ്സാണ്. ആ മനസ്സിൻ്റെ ചിന്താധാരകൾക്കനുസരിച്ച് അതിൻ്റെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിനായി അത് പറ്റിയ ദേഹത്തെ അന്വേഷിക്കുന്നു. അപ്പോൾ ആ ശരീരം ലഭിക്കുന്നു. താൻ ചെയ്തു വെച്ച കർമ്മ സംസ്കാരങ്ങൾ അനുഭവിക്കുന്നതിന് പറ്റിയ ദേഹത്തെ ആയിരിക്കും നമുക്ക് ലഭിക്കുക. അതുകൊണ്ടാണ് അന്ത്യകാലത്ത് ഭഗവത് സ്മരണയോടുകൂടിയാണ് ദേഹം ഉപേക്ഷിക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള ഒരു ശരീരമായിരിക്കും അടുത്ത് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ശ്രേഷ്ഠമായ ജീവിതവും ശ്രേഷ്ഠമായ ശരീരവും നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം അതിനു പറ്റിയ വിധത്തിൽ ജീവിക്കുകയും നമ്മുടെ ചിന്താധാരകളെ മാറ്റുകയും വേണം. അതിനാൽ ശ്രദ്ധിക്കണം നമ്മൾ. അസ്ഥിരസ്ഥാനമാനങ്ങൾ ലൗകിക ഭോഗവാഞ്ചകൾ നേടിയിടാൻ മാത്രമായി നാം പാഴാക്കരുത് ജീവിതം.